ഭാവി ഭർത്താവ് തന്ന സമ്മാനം മോൾക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലേ? ജന്മഗ്രഹത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാ ഒരു പെണ്ണിന് ഏറ്റവും വലിയ സന്തോഷമായിട്ട് മാറുന്നത്. അതെന്തായാലും സത്യമാ. ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തതാ. നിന്റെ സന്തോഷം ഇതിന്റെ ഇരട്ടിയാവാൻ പോവാണ് മോളെ. ആണോ? എങ്ങനെ? ഞങ്ങളുടെ മരുമോക്ക് വേണ്ടി തയ്യാറാക്കിയത്. നീ ഇപ്പൊ എന്തായാലും മരുമകളായ പോലെയാണ്. അതുകൊണ്ട് മോൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. നാളെ നമ്മള് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഉത്സവത്തിന് പോകുന്ന സമയം നീ ഈ ആഭരണങ്ങൾ ധരിച്ചു വന്ന എന്റെ മരുമകളെ പോലെ നിനക്കൊരു ബഹുമാനം കിട്ടും. അവൾക്ക് കിട്ടുന്ന ആദരവിനെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാനും ഇവിടുത്തെ മരുമകളാണെന്ന് മറക്കാതിരുന്നാ മതി. നിനക്കെന്ത് കുറവ് മോളെ വരുത്തിയത്? എപ്പോഴോ ആ കല്യാണ സമയത്ത് ചെയ്തതല്ലാതെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടച്ചാ? നീ പറയുന്നതിലൊന്നും ഒരു ന്യായമില്ല. എന്നോട് അന്യായം കാണിക്കുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതിനെന്താ തെറ്റ്? ആർക്കൊക്കെ എന്ത് ചെയ്തു കൊടുത്തു എന്നൊക്കെ ഭഗവാൻ അറിയാം. ഇനി ഇതിനെ കുറിച്ച് ആരും സംസാരിക്കണ്ട. ഇവിടുത്തെ ആചാരപ്രകാരം ഇവിടുത്തെ അച്ഛനമ്മമാരുടെ വക വില കൂടിയൊരു സമ്മാനം വാങ്ങുമോളെ. ഒന്ന് നിൽക്കാൻഡി. എന്തോ മുടക്കം പറയാൻ വേണ്ടി തന്നെ വരുമോ? നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനം തിരക്കിട്ടതാണെന്ന് തോന്നുന്നു ആന്റി. എന്റെ തീരുമാനം തെറ്റിന്നാണ് നീ പറയുന്നത്? വേദവതി പല തരത്തിൽ ആലോചിച്ച ഒരു തീരുമാനം എടുക്കുക. ഇതിലിപ്പോ തെറ്റെന്താ മോളെ? അമ്മയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അങ്ങ് പറഞ്ഞു പോയത് എന്താ? സ്ട്രോങ് ആയ കാരണമില്ലാതെ അവനെ അങ്ങനെയൊന്നും പറയില്ല. അവളൊരു പാട്ട് പാടിയ നീ കോറസ് പാടുമല്ലോ. അതിന്റെ കാരണം എന്താന്ന് ആദ്യം അവളോട് പറയാൻ പറ മോളെ. കുടുംബശ്രേയസ് ആഗ്രഹിക്കുന്നവളെ ഞാൻ. എന്റെ വാക്കുകളെ ആരും തെറ്റായി വ്യാഖ്യാനിക്കരുത്. ആദ്യം മാഡം കാര്യം പറ. ഓരോ മണിക്കൂറിലും എന്ത് സംഭവിക്കുന്നു, ഓരോ പുലരിയിൽ എന്ത് സംഭവിക്കുന്നു അറിയാത്ത കാലമല്ലേ ഇത്. നിഹാരിക മരുമകളാകാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എന്തായാലും ഒരു മാസം കഴിഞ്ഞാ ഞങ്ങളുടെ കല്യാണം നടക്കാതിരിക്കോ? ഞാൻ ഈ വീട്ടിലെ മരുമകളാകാതിരിക്കോ? ഈ സമയം കൊണ്ട് എന്ത് സംഭവിക്കുമെന്നാ നീ ഇപ്പൊ ഈ പറയുന്ന? കാര്യങ്ങൾ അത്ര പെട്ടെന്ന് പറയില്ല മോളെ. നേന്ത്രപ്പഴം തൊലിച്ചെടുക്കുന്നത് പോലെ പതുക്കെ മാത്രമേ പറയുള്ളൂ. ആദ്യം അവനിക്ക് പറയാനുള്ള കേക്കളിയ. ആന്റി, കല്യാണത്തിന് മുമ്പ് കൊടുക്കേണ്ട ചിലതുണ്ട്, കല്യാണ സമയത്ത് കൊടുക്കേണ്ട ചിലതുണ്ട്. ഈ ആഭരണങ്ങൾ കല്യാണ സമയത്ത് കൊടുക്കുന്നതാ നല്ലതെന്നാ എന്റെ അഭിപ്രായം.
ആഭരണം എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി വന്നിട്ട് ഈ വലിയ തള്ള ഇപ്പൊ ഇത് ആലോചിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കണം. നിഹാരിക, ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്ത ത്യാഗങ്ങളൊക്കെ കണ്ട് ആന്റി എന്നെ മരുമകളാക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ജാതകം ചേരാതെ പോയത് എന്റെ നിർഭാഗ്യം. അതുകൊണ്ടാ എന്നെ മരുമകളാക്കാൻ പറ്റാതെ പോയത്. അതുപോലെ ഇപ്പോഴും മുഹൂർത്തത്തിന് ഒരുപാട് സമയമുള്ളതുകൊണ്ട് അതിനുള്ളിൽ എന്ത് വേണേലും സംഭവിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് കല്യാണം നടക്കില്ലെന്ന് പറയുവാണോ? ഡയറക്റ്റ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയാ ഞാൻ എന്ത് ചെയ്യാനാ? ആന്റി, പെട്ടെന്ന് നോക്കുമ്പോ നല്ലത് മാത്രമേ കാണൂ. വീണ്ടും വീണ്ടും ആലോചിച്ചാ ദോഷവും കാണാൻ കഴിയും. നിങ്ങൾക്ക് അത് ആലോചിക്കാൻ കഴിയും. ഓരോ സമയത്ത് നടക്കേണ്ട കാര്യങ്ങള് അതാത് സമയത്ത് നടന്നാലേ അതൊരു ചടങ്ങായി മാറുകയുള്ളൂ. ആഭരണങ്ങൾക്കൊപ്പം അമ്മയുടെ മൂക്കുത്തിയും വളരെ പ്രധാനപ്പെട്ടതാ. അതേ വീട്ടിലെ ആചാരങ്ങളുടെ പ്രതിബിംബമാ. അതിന് ഇപ്പൊ എന്തായാലും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ചേർത്ത് കല്യാണ സമയത്ത് ഒരുമിച്ച് കൊടുത്ത അന്നപൂർണേശ്വരി അമ്മയുടെ ആശീർവാദം ഉണ്ടാവും. ഇത്രയും നന്നായി എങ്ങനെയാ ആലോചിക്കുന്നത് അവനി? ഞങ്ങളെ കല്യാണത്തിനെ പറ്റി, നമ്മളെ പറ്റി അവനെ എങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എനിക്കാകെ അത്ഭുതമായി അമ്മേ. അവനി ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലാതെ ആജ്ഞാപിച്ചൊന്നുമില്ലല്ലോ. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ശ്രീകരേട്ടാ. ആവനി ഈ വീട്ടിലെ മരുമകളായിട്ട് വരാൻ പറ്റാത്തതിന്റെ വിഷമം മനസ്സിൽ വെച്ചിട്ടാ ഇങ്ങനെ തടസ്സം നിൽക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നേ. വാലിഡ് പോയിന്റാ. അവൾക്ക് ലഭിക്കാത്തത് മറ്റൊരാൾക്ക് ലഭിക്കരുതെന്ന സിദ്ധാന്തമായിട്ടാ എനിക്കിപ്പോ തോന്നുന്നത്. ആ, അതും പോയിന്റാ. കുടുംബ മഹിമ എന്ന് പെരുപ്പിച്ച് പറയുന്നതല്ലാതെ എനിക്കിതൊക്കെ ആവനിയുടെ സ്വാർത്ഥതയായിട്ടേ തോന്നുന്നുള്ളൂ. ഒരുപാട് ജലസി ഫീലുള്ള പോലെ തോന്നുന്നുണ്ട്. ഇതാ ഫൈനൽ ടച്ച്. ക്ഷേമം ആഗ്രഹിക്കുന്നവരെ നോക്കി സ്വാർത്ഥരായി കണ്ട് ട്രീറ്റ് ചെയ്യുന്ന സംസ്കാരമാണ് നിങ്ങളുടേതെങ്കിൽ അതെന്റെ തെറ്റല്ല. ഇത് കവറിങ്. അക്കാലത്ത് ദുഷിച്ച ചിന്തകള് കുരുക്ഷേത്ര യുദ്ധത്തിന് വഴി തെളിയിച്ചു. നന്മ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അതൊന്നും അത്ര ദൂരം പോവില്ലായിരുന്നു. വേദ, ഈ വാദപ്രതിവാദം ഒരുപാട് ദൂരം പോകും മുൻപ് നിന്റെ തീരുമാനം പറയുന്നതാ എല്ലാം കൊണ്ടും നല്ലത്. ഞങ്ങൾ നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. ആഭരണം എനിക്ക് തരാൻ വേണ്ടിയല്ലേ? തന്നോളൂ അമ്മേ. അവനി പറഞ്ഞത് കറക്റ്റ് മോളെ. ഇപ്പൊ തരുന്നതിനേക്കാൾ കല്യാണ സമയത്ത് തരുന്നത് തന്നെയാണ് മോളെ നല്ലത്. അവന് എന്ത് ചിന്തിച്ചാലും അതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അല്ലാതെ ഞങ്ങളോട് ഒരു വിദ്വേഷവും അവൾക്കുണ്ടാവില്ല. അവനെക്കുറിച്ച് മോള് വിചാരിച്ചത് തെറ്റായിട്ടാ. മോൾക്കിത് കല്യാണ സമയത്ത് തരാം, കേട്ടല്ലോ? ഒന്നും തോന്നല്ല മോളെ. അയ്യോ, ഇതിലിപ്പോ എനിക്കെന്ത് തോന്നാനാ അമ്മേ? എപ്പോഴാണെങ്കിലും എനിക്കുള്ളത് തന്നെയാണല്ലോ. ഒരു 4-5 ദിവസം കൂടി കാത്തിരിക്കാൻ എനിക്ക് ഒരു എതിർപ്പുമില്ല. മറ്റൊരു രീതിയിൽ ചിന്തിക്കാതെ നീ മനസ്സിലാക്കിയതിന് താങ്ക്സ് മോളെ. കൃത്യസമയത്ത് വന്ന് മോള് പറഞ്ഞത് നല്ല കാര്യ. നിഹാരിക,
നിനക്കൊട്ടും ഫീലൊന്നും ആയില്ലല്ലോ അല്ലേ? ആ ആഭരണങ്ങളെക്കാൾ ശ്രീകരേട്ടനാ എനിക്ക് മുഖ്യം. എനിക്കിതൊന്നും ഫീൽ ആയിട്ടില്ല. ഗുഡ്. എന്തോ എരിയുന്ന പോലെ ഉണ്ടല്ലോ. എവിടെന്നാ? അവൾക്ക് കിട്ടേണ്ട വളകള് നിനക്ക് കിട്ടിയോണ്ടാ ഇങ്ങനെ ചെയ്തത്. അമ്മയുടെ മനസ്സ് മാറ്റിയിട്ട് ആ ആഭരണങ്ങൾ നിനക്ക് കിട്ടാതെയാക്കി. മനസ്സിലായി ചേച്ചി. കാണുമ്പോ വലിയ നിഷ്കളങ്കയാണെങ്കിലും ഡേഞ്ചറസ് അവള്. ഇപ്പൊ തന്നെ നിനക്കിട്ടിങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ നാളെ ഉത്സവത്തിന് മുമ്പ് എന്താണെന്ന് കണ്ടോ? അവളായിരിക്കും അവിടെ ആളാവുന്നത്. നിന്നെ മരുമകളാക്കി അവര് പരിചയപ്പെടുത്തുമായിരിക്കും. പക്ഷെ അത് വലിയ കാര്യമാക്കി എടുക്കാതിരിക്കാൻ അവള് നോക്കൂ. നീ ഉണ്ടെങ്കിൽ ഇല്ലാത്ത പോലെ ആയിരിക്കും. അത്രയ്ക്ക് സമർത്ഥ്യ അവള്. എല്ലാവരുടെയും മുമ്പില് നിന്റെ മാനം പോവാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്നാൽ ആവനി ഉത്സവത്തിന് ആ ഗ്രാമത്തിലേക്ക് വരരുത് ചേച്ചി. എങ്ങനെ തടുക്കും? ഒരു കാര്യം ചെയ്യാം. എന്താ അത്? എന്റെ പ്ലാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ കൈവച്ച് ടീം അയക്കും. കഴിഞ്ഞ പ്രളയത്തിൽ മരിച്ചവർക്ക് വേണ്ടി സർക്കാർ പറഞ്ഞിരുന്ന പൈസയുടെ കാര്യം നമുക്ക് നമ്മുടെ MLA ഒന്ന് പോയി കണ്ട് സംസാരിക്കാനുണ്ട്. ശരിയാ, നമ്മുടെ MLA ഇങ്ങോട്ട് വരുന്നുണ്ടെന്നല്ലേ നമ്മുടെ രാമേന്ദ്രൻ പറഞ്ഞത്. മീശയില്ലാത്ത ആണ് പേടിയില്ലാത്ത പെണ്ണാന്നാ MLA കുറിച്ച് എല്ലാരും പറയാറുള്ളത്. നമുക്ക് കുറച്ച് ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാ. അതാ MLA വന്നല്ലോ. ആരെന്തു പറഞ്ഞാലും പുലി ആടിനെ തിന്നുന്ന പോലെ തിന്നു കളയും. ഇന്നത്തെ ആരാണോ ആവോ. നമസ്കാരം. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറെ കാലമായി. എല്ലാവർക്കും സുഖമല്ലേ? CM എനിക്കിനി മന്ത്രിസ്ഥാനോ പറഞ്ഞിട്ടല്ലേ. ഈ കാര്യം നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലായിരിക്കും അല്ലേ? ഇല്ല, അറിഞ്ഞിട്ടില്ല. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേദവതി അമ്മയുടെ കാരുണ്യത്താൽ എല്ലാം നന്നായി പോന്നു. വിളവൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? വേദവതി അമ്മയുടെ കുടുംബം ഞങ്ങൾക്ക് കിട്ടിയ വരവല്ലേ. നന്നായിട്ട് വിളവുണ്ടാകുന്നത് അവരുടെ അനുഗ്രഹം കൊണ്ടാ. അമ്പലം, കുളം, ഹോസ്പിറ്റൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ തന്നെയല്ലേ?
വേദവതി അമ്മ എവിടെയും ഒരു കാര്യത്തിലും കുറവ് വരുത്തിയിട്ടില്ല മാഡം. വേദവതി വേദവതി വേദവതി. ആരാ വേദവതി? എന്തു പറഞ്ഞു തുടങ്ങുമ്പോഴും ആദ്യവും അവസാനവും വേദവതി വേദവതി എന്നാ പറയുന്നേ. അതിനു മാത്രം ആ വേദവതി ആരാണെന്ന് പറയാൻ. വേദവതി അമ്മ ഞങ്ങളുടെ ഈ ഗ്രാമത്തിലുള്ളതാ മേഡം. നിലവിൽ ടൗണിലാ താമസം. പണ്ടൊരിക്കല് വിളവ് ലഭിക്കാതെ ഇവിടെ ആകെ പട്ടിണി പടർന്നപ്പോ അത് മാറ്റാനുള്ള ബാധ്യത ആ അമ്മ സ്വന്തം തലയിലേറ്റി മാഡം. ആ അമ്മയുടെ ദയവ് കൊണ്ടാ ഇവിടുത്തെ വിളകളെ പോലെ ഞങ്ങളുടെ ജീവിതം ഇത്ര സുന്ദരമായിട്ടിരിക്കുന്നേ. ഛേ, നിർത്തരടി. ഇനി ആ പേര് എന്റെ മുന്നിൽ ആവർത്തിക്കുന്നത് നിർത്തിക്കോളണം. എന്റെ നിയോജക മണ്ഡലത്തിൽ മറ്റൊരു പേര് കേൾക്കരുത്. ആ പേര് പറയുന്ന ആരെയും കാണാൻ പാടില്ല. ജയാരവങ്ങൾ ഈ ജയമ്മയ്ക്കല്ലാതെ മറ്റാർക്കെങ്കിലും കൊടുത്താൽ വലിയ 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 പ്രശ്നം നേരിടേണ്ടി വരും. ഞങ്ങൾക്ക് എന്തു പ്രശ്നം വന്നാലും ഞങ്ങളുടെ കൺമുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന ദേവിയാ അമ്മ. ഇലക്ഷൻ കഴിഞ്ഞാ പിന്നെ നിങ്ങളെ കാണാൻ കിട്ടില്ലല്ലോ. പിന്നെ ആ പേര് പറയരുതെന്ന് പറഞ്ഞാ എങ്ങനെയാ? നാളെ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഉത്സവ ചടങ്ങുകളൊക്കെ അവരുടെ നേതൃത്വത്തിലാണ് നടക്കുക മാഡം. ഞാനിതിപ്പോ എന്ത് ചെയ്തിട്ടാ? ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല, അതുകൊണ്ടാ പൊട്ടിച്ചത്. എന്റെ നിയോജക മണ്ഡലത്തില് ജനപ്രിയ നായികയായും അശരണ സേവകയായും മറ്റൊരാൾ ഒരു ചെടി പോലെ മുളയിട്ട് മഹാവൃക്ഷം പോലെ വേരറപ്പിച്ചിരിക്കുന്നോ? ഇത്രയും കാലം ഇത് എന്തുകൊണ്ട് എന്നെ വന്ന് കണ്ട് പറഞ്ഞില്ല? അതല്ല മേഡം. ദാ നോക്ക്, ഇത്രയും കാലം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അങ്ങോട്ടുള്ള നിയമങ്ങളെല്ലാം മാറണം. ഓരോ ഉത്സവത്തിനും പ്രഥമ സ്ഥാനം എനിക്കായിരിക്കണം. നാളത്തെ ഉത്സവവും എന്റെ നേതൃത്വത്തിൽ നടക്കണം. അതെങ്ങനെ ശരിയാവും മാഡം? ശരിയാവണം, ശരിയാവണം, അത്ര തന്നെ. മാഡം, നിങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ വെടിവെച്ചിട്ടാലോ? ഏയ് വേണ്ട. ഇവരേതോ വേദവതി വേദവതി എന്ന് ഒരുപാട് പ്രശംസിക്കുന്നുണ്ടല്ലോ. നാളെ അവളുടെ കാര്യവും ഇവരുടെ കാര്യവും നോക്കാം. വരട്ടെ. പിന്നെ പുലി വേട്ടയ്ക്കിറങ്ങിയ പിന്നെ അടങ്ങില്ല. ഈ ജയമ്മ പറഞ്ഞ പിന്നെ മാറ്റവും ഇല്ല. നാളെ ഉത്സവത്തിന് വരാം. ആ വേദവതിക്കുള്ളത് അവിടുന്ന് കൊടുത്തോണം. വണ്ടി എടുക്കടാ. നാളെ ഇവർക്കിടയിൽ എന്തെങ്കിലും വലിയ യുദ്ധം ഉണ്ടാവോ? ഇത്രയും വർഷം നടന്ന ഉത്സവവും നാളത്തെ ഉത്സവവും തമ്മില് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഏട്ടാ.
നമ്മുടെ ഗ്രാമീണർക്ക് നിഹാരികയെ കാണുമ്പോ ഒത്തിരി സന്തോഷാവും ഏട്ടാ. അതെ വേദ. അമ്മേ, പൂക്കളൊക്കെ ഞാൻ ഇറുക്കുമായിരുന്നല്ലോ. അമ്മ എന്തിനാ വെറുതെ? അത് സാരമില്ല. നിങ്ങൾ എന്തിനാ വന്നത്? അമ്മമ്മയോട് ഒരു കാര്യം പറയാൻ വേണ്ടി. അതെന്താ? നാളെ നമ്മൾ ഉത്സവത്തിന് പോകുന്നില്ലേ? നമ്മളോടൊപ്പം ആവനിയും വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലോ. അവൾ എന്തിനാ അമ്മേ? അവള് നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാ. കൂടാതെ മുൻപും നമ്മൾ പല ഫംഗ്ഷനും കൊണ്ടുപോയിട്ടില്ലേ. നാളെ നമ്മളോടൊപ്പം വരുന്നതിൽ എന്താ തെറ്റ്? ആവനി വരുന്നെങ്കിൽ ഞങ്ങൾ വരുന്നില്ല അച്ഛാ.